Hello family, welcome to English speaking course. In this video, we are going to learn two short sentences in pairs. അതായത് രണ്ട് ഷോർട്ട് സെൻറ്റൻസസ് ഒരുമിച്ച് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. I have made this video after a lot of hard work and research. So please support me by watching the full video. Video ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ like ചെയ്യാനും മറക്കരുത്. And if you are new here, please don't forget to subscribe the channel. As usual, this is another speaking and listening session. So you are going to listen carefully and then you are going to repeat the sentences after me. So without further delay, let's get started. First pair is quite simple. എങ്ങനെയുണ്ട്? കുറേ നാളായി, അതായത് കുറേ നാളായി കണ്ടിട്ട്. ഹൗ ആർ യു ഡൂയിങ്? ഇറ്റ്സ് ബീൻ എ വൈൽ. എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഡൂയിങ്? കുറേ നാളായി. ഇറ്റ്സ് ബീൻ എ വൈൽ. ഹൗ ആർ യു ഡൂയിങ്? ഇറ്റ്സ് ബീൻ എ വൈൽ. പ്ലീസ് റിപ്പീറ്റ്. നെക്സ്റ്റ് വൺ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ നന്നായി ഉറങ്ങിയോ? ഗുഡ് മോർണിംഗ്. Did you sleep well? Good morning. Did you sleep well? നിങ്ങൾ നന്നായി ഉറങ്ങിയോ? നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. സോ പ്ലീസ് റിപ്പീറ്റ്. നീ ഇന്ന് സുന്ദരിയായിരിക്കുന്നു. ഇത് പുതിയ വസ്ത്രമാണോ? യു ലുക്ക് നൈസ് ടുഡേ. ഈസ് ദിസ് എ ന്യൂ ഡ്രസ്? ഇവിടെ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസസ് തന്നെ ചോദിക്കാം. യു ലുക്ക് നൈസ് ടുഡേ. ഈസ് ദിസ് എ ന്യൂ ഡ്രസ്? പ്ലീസ് റിപ്പീറ്റ്. എനിക്ക് ഉറക്കം വരുന്നു. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട്. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഐ ഗോട്ട് അപ്പ് ഏർലി ടുഡേ. എനിക്ക് ഉറക്കം വരുന്നു. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് ഏർലി ടുഡേ. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഐ ഗോട്ട് അപ്പ് ഏർലി ടുഡേ. പ്ലീസ് റിപ്പീറ്റ്. വൈകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ പോയാലോ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഷാൽ വി ലീവ് നൗ? വൈകിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. നമുക്ക് ഇപ്പോൾ പോയാലോ? ഷാൽ വി ലീവ് നൗ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഷാൽ വി ലീവ് നൗ? പ്ലീസ് റിപ്പീറ്റ്. എനിക്ക് നിങ്ങളുടെ ഷർട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എവിടെ നിന്ന് കിട്ടി? ഐ ലൈക്ക് യുവർ ഷർട്ട്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? എനിക്ക് നിങ്ങളുടെ ഷർട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ഷർട്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? ഐ ലൈക്ക് യുവർ ഷർട്ട്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? പ്ലീസ് റിപ്പീറ്റ്. ക്ഷമിക്കണം, ഞാൻ താമസിച്ചു. ട്രാഫിക് മോശമായിരുന്നു. ഐ എം സോറി, ഐ എം ലേറ്റ്. ദ ട്രാഫിക് വാസ് ബാഡ്. ക്ഷമിക്കണം, ഞാൻ താമസിച്ചു. ഐ എം സോറി, ഐ എം ലേറ്റ്. ട്രാഫിക് മോശമായിരുന്നു. ദ ട്രാഫിക് വാസ് ബാഡ്. ഐ എം സോറി, ഐ എം ലേറ്റ്. ദ ട്രാഫിക് വാസ് ബാഡ്. പ്ലീസ് റിപ്പീറ്റ്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമോ? I didn't mean to offend you. Can we talk about it? I didn't mean to offend you. Can we talk about it? I didn't mean to offend you. Can we talk about it? Please repeat. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? I love this restaurant. Have you been here before? I loved this restaurant. Have you been here before? Once again, let me repeat. I loved this restaurant. Have you been here before? Now it's your turn to repeat. എനിക്കും വിശക്കുന്നു. നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? I am hungry too. What should we eat? എനിക്കും വിശക്കുന്നു. I am hungry too.
നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? What should we eat? I'm hungry too. What should we eat? Now it's your turn to repeat. പിസ്സ സ്വാദിഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ച് വേണോ? How can we ask? The pizza is delicious. Do you want some? Pizza സ്വാദിഷ്ടമാണ്. The pizza is delicious. നിങ്ങൾക്ക് കുറച്ച് വേണോ? Do you want some? The pizza is delicious. Do you want some? Please repeat. Next one is the most common pair of sentence we speak. മഴ പെയ്യുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ കുടയുണ്ടോ? Looks like it's going to rain. Do you have umbrella? Looks like it's going to rain. Do you have umbrella? You can even say, do you have an umbrella? നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചോദിക്കാം. സിൻസ് ഇറ്റ്സ് സ്പോക്കൺ ഇംഗ്ലീഷ്, എയും ആനും കുറച്ച് അവിടെയും ഇവിടെയും ആയി കഴിഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ എ ലോട്ട്. ലെറ്റ്സ് റിപ്പീറ്റ് ദ സെൻറ്റൻസ് വൺസ് അഗെയിൻ. ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഡു യു ഹാവ് അംബ്രല്ല? നൗ ഇറ്റ്സ് യുവർ ടേൺ ടു റിപ്പീറ്റ്. നല്ല കാലാവസ്ഥ, നമുക്ക് നടക്കാൻ പോയാലോ? How can we say? The weather is nice. Shall we go for a walk? നല്ല കാലാവസ്ഥ. The weather is nice. നമുക്ക് നടക്കാൻ പോയാലോ? Shall we go for a walk? The weather is nice. Shall we go for a walk? Once again, let me repeat. The weather is nice. Shall we go for a walk? Now it's your turn to repeat. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. How can we say? Do you need assistance? I can help you. Do you need assistance? I can help you. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ ഹെൽപ്പിൻ്റെ പകരം അസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ ഈവൻ യൂസ് ദ വേർഡ് ഹെൽപ്പ്. ഡു യു നീഡ് ഹെൽപ്പ്? അങ്ങനെയും ചോദിക്കാം. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് അസിസ്റ്റൻസ്? എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. ഐ ക്യാൻ ഹെൽപ്പ് യു. പ്ലീസ് റിപ്പീറ്റ്. ആരെങ്കിലും എന്തെങ്കിലും ഭാരമുള്ള സാധനം എടുത്തിട്ട് പോകണ്ടേ കണ്ടാൽ നമ്മൾ പറയാറില്ലേ, അത് ഞാൻ ചുമക്കട്ടെ, അത് ഞാൻ എടുക്കട്ടെ, ഭാരമുള്ളതായി തോന്നുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? യു ക്യാൻ സേ, ലെറ്റ് മീ ക്യാരി ദാറ്റ്, ഇറ്റ് ലുക്സ് ഹെവി. അത് ഞാൻ ചുമക്കട്ടെ, ലെറ്റ് മീ ക്യാരി ദാറ്റ്. ഭാരമുള്ളതായി തോന്നുന്നു, ഇറ്റ് ലുക്സ് ഹെവി. ലെറ്റ് മീ ക്യാരി ദാറ്റ്, ഇറ്റ് ലുക്സ് ഹെവി. Let me carry that, it looks heavy. Now it's your turn to repeat. We have a couple of sentences. I am repeating it again and again to avoid confusion, and you also will have to repeat the sentences in your mind again and again. Let's move ahead with the next sentence. എനിക്ക് സുഖമില്ല, മരുന്ന് വല്ലതും ഉണ്ടോ? am feeling sick. അതായത് എനിക്ക് സുഖമില്ല, എനിക്ക് സുഖം തോന്നുന്നില്ല. മരുന്ന് വല്ലതും ഉണ്ടോ? Do you have any medicine? I'm feeling sick. Do you have any medicine? Once again, let me repeat. I'm feeling sick. Do you have any medicine? Now it's your turn to repeat. ഫോണിൽ നമ്മൾ പറയാറില്ലേ, നമുക്ക് കാപ്പി കുടിക്കാൻ കണ്ടുമുട്ടാം, വൈകുന്നേരം 4 മണിയായാലോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? യു ക്യാൻ സേ, ലെറ്റ്സ് മീറ്റ് ഫോർ കോഫി. ഹൗ അബൌട്ട് 4 PM? നമുക്ക് കാപ്പി കുടിക്കാൻ കണ്ടുമുട്ടാം. ലെറ്റ്സ് മീറ്റ് ഫോർ കോഫി. വൈകുന്നേരം 4 മണിയായാലോ? ഹൗ അബൌട്ട് 4 PM? Let's meet for coffee. How about 4 PM? You can even say, let's meet for coffee. How about 4 in the evening? വൈകുന്നേരം ആവുമ്പം in the evening പറയാം. മോർണിംഗ് ആവുമ്പം നമുക്ക് 4 in the morning എന്ന് പറയാം. Now please repeat.
നെക്സ്റ്റ് വൺ ഈസ് ഇന്ന് രാത്രി നിങ്ങൾ ഫ്രീ ആണോ? നമുക്കൊരു സിനിമ കാണാം. ആർ യു ഫ്രീ ടു നൈറ്റ്? വി കുഡ് വാച്ച് എ മൂവി. ആർ യു ഫ്രീ ടു നൈറ്റ്? ഇന്ന് രാത്രി നിങ്ങൾ ഫ്രീ ആണോ? നമുക്കൊരു സിനിമ കാണാം. വി കുഡ് വാച്ച് എ മൂവി. ആർ യു ഫ്രീ ടു നൈറ്റ്? വി കുഡ് വാച്ച് എ മൂവി. Now it's your turn to repeat. നെക്സ്റ്റ് ഈസ് ഷോപ്പിങ്ങിന് പോകാം. എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വേണം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഐ നീഡ് സം ന്യൂ ക്ലോത്ത്സ്. ഷോപ്പിങ്ങിന് പോകാം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വേണം. ഐ നീഡ് സം ന്യൂ ക്ലോത്ത്സ്. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഐ നീഡ് സം ന്യൂ ക്ലോത്ത്സ്. Let's go shopping. I need some new clothes. Please repeat. So next time when you are going for shopping, when you are going to buy something new, you can use this couple of sentences. Let's move ahead. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാമോ? I have a meeting now. Can we talk later? എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. I have a meeting now. നമുക്ക് പിന്നീട് സംസാരിക്കാമോ? Can we talk later? I have a meeting now. Can we talk later? Once again, let me repeat. I have a meeting now. Can we talk later? Please repeat. ഇതുപോലെ തന്നെ ഒരു കോമൺ സെൻറ്റൻസ് ആണ് ഐ ആം ബിസി നൗ. ക്യാൻ വി ടോക്ക് ലേറ്റർ? ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാമോ? ഐ ആം ബിസി നൗ. ക്യാൻ വി ടോക്ക് ലേറ്റർ? നാളെയാണ് സമയപരിധി. അതായത് നാളെയാണ് അവസാന തീയതി. ബിൽ അടച്ചോ? ദ ഡെഡ് ലൈൻ ഈസ് ടുമോറോ. ഡിഡ് യു പേ ദ ബിൽ? The deadline is tomorrow. Did you pay the bill? നാളെയാണ് സമയപരിധി. The deadline is tomorrow. Bill അടച്ചോ? Did you pay the bill? The deadline is tomorrow. Did you pay the bill? Now it's your turn to repeat. സമയപരിധി അല്ലെങ്കിൽ അവസാന തീയതി എന്നൊക്കെ പറയാനാണ് നമ്മൾ ഡെഡ് ലൈൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നു. നിനക്കോ? ഐ ആം ഗോയിങ് ടു ഓർഡർ. വാട്ട് അബൌട്ട് യു? ഐ ആം ഗോയിങ് ടു ഓർഡർ. വാട്ട് അബൌട്ട് യു? ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഓർഡർ. വാട്ട് അബൌട്ട് യു? നിനക്കോ? ഐ ആം ഗോയിങ് ടു ഓർഡർ. വാട്ട് അബൌട്ട് യു? Now it's your turn to repeat. ഇത് വളരെ ചെലവേറിയതാണ്. ഡിസ്കൗണ്ട് ഉണ്ടോ? ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ? നെക്സ്റ്റ് ടൈം ട്രൈ ടു ആസ്ക് ദിസ് ഇൻ ഇംഗ്ലീഷ്. This is too expensive. Do you have a discount? This is too expensive. ഇത് വളരെ ചെലവേറിയതാണ്. ഡിസ്കൗണ്ട് ഉണ്ടോ? Do you have a discount? This is too expensive. Do you have a discount? Now it's your turn to repeat. പാല് തീർന്നു. കടയിൽ പോകാമോ? We are out of milk. Can you go to the store? പാല് തീർന്നു. We are out of milk. കടയിൽ പോകാമോ? Can you go to the store? We are out of milk. Can you go to the store? Next time പാല് തീർന്നാൽ ഇങ്ങനെ വേണം പറയാൻ. Please repeat. With this, we have come to the end of today's video. This was a very short video. Hope you enjoyed the session. ഇതുപോലെ തന്നെ ഇന്നും വീഡിയോ വേണമെങ്കിൽ please do comment. Please do appreciate my effort by hitting the like button. Thanks for watching and thanks for all your support as usual.